ഇപ്പോൾ തന്നെ ഈ വഖഫ് ആക്ടിന്റെ പേരിൽ നമ്മുടെ മുനമ്പത്തും ചേറായിലും 610ഓളം പട്ടയ ഉടമകളെ 450ഓളം കുടുംബങ്ങളെ കുടിയിറക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനോട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ സാധിക്കാത്തത്? ഹനിക്കപ്പെടുന്നത് ന്യൂനപക്ഷ അവകാശമാണ്. അതിൽ കൈവെക്കാനായിട്ട് സർക്കാരിനെ അനുവദിക്കാനാവില്ല. ഓരോ ബജറ്റിലും നമുക്ക് കേൾക്കാം കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നു. ഇതുവരെ നമ്മൾ ഹബ്ബിന്റെ ഒരു ലക്ഷണവും കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടുന്ന് എല്ലാവരും വിട്ടുപോവുകയാണ്. ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി വേദികളുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം നേർത്തു വരുന്നു. ക്രൈസ്തവ സന്ദേശം ഒന്ന് ചുരുക്കി പറയാമോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ക്രൈസ്തവ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പിച്ച കുരിശ് എന്നാണ് അർത്ഥം. കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സന്ദേശം. എന്ന് വെച്ചാൽ നീ സഹനം കണ്ടാൽ പേടിക്കരുത്, നീ വെല്ലുവിളികൾ കണ്ടാൽ ഓടിപ്പോകരുത്, ഇത് പുഷ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യാശയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് നല്ല ധൈര്യമുള്ളവനായിരുന്നു ക്രിസ്ത്യാനി. ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും അച്ഛന്മാരും ഇത്രയും സന്യസ്തരും ഇത്രയും മെത്രാന്മാരും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ ജനത്തിന് ഇതിലും ധൈര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കിപ്പോൾ ഒത്തിരി സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ജനത്തിന്റെ ജീവിക്കാനുള്ള ധൈര്യം കുറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മാർത്തോമൻ പൈതൃകമുള്ള നമ്മുടെ സഭകള് ഒരുമിച്ച് നിന്ന് നമ്മുടെ സഭയുടെ പൈതൃകവും നമ്മുടെ സഭകളുടെ സംഭാവനകളുമൊക്കെ നമ്മുടെ ജനത്തെ പഠിപ്പിച്ച് അവരെ നല്ല അഭിമാന ബോധമുള്ളവരാക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു സംഭാവനയായിരിക്കും അടുത്ത തലമുറയ്ക്ക് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക. നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരെ രൂപീകരിക്കാൻ സാധിക്കും. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ചെറുപ്പക്കാരെ രൂപീകരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നത്തെ രാജ്യത്തില് മതസ്വാതന്ത്ര്യമാണ് ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടുന്നത്. നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കുന്നുണ്ട്? നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഈ ഗവൺമെന്റിന്റെ പുറകെ നടക്കുന്നതല്ലാതെ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിർബന്ധിത മതപരിവർത്തന ബില്ല് അവിടെ നിലവിൽ വന്നപ്പോൾ നാളെ ഇത് കേരളത്തിൽ വരാം. ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന കാഴ്ചപ്പാടിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ നേരിടാനായിട്ട് ഇന്നും സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇത് മനുഷ്യാവകാശമാണ്. ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം. മതം വിശ്വസിക്കാനും ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന. ഒരു പക്ഷേ മറ്റ് ഭരണഘടനകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണത്. പ്രചരിപ്പിക്കാൻ പോലും സ്വാതന്ത്ര്യം നൽകുന്ന ഈ രാജ്യത്താണ് ഇവർ നിർബന്ധിത മതപരിവർത്തന നിയമമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഒരു കാര്യമില്ലാതെ പിടിച്ചകത്തിടുന്നതും മാസങ്ങളോളം ഒരു ജാമ്യം പോലും കിട്ടാതെ അവർ വിഷമിക്കുന്നതുമെല്ലാം. പക്ഷെ അതെല്ലാം നോർത്ത് ഇന്ത്യയിൽ എവിടെയോ നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ നമ്മൾ വളരെ സുഖമായി കേരളത്തിൽ അങ്ങ് കഴിയുകയാണ്. അതുപോലെ മതവിവേചനത്തിന്റെ ഒരു തലമുണ്ട്. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണാൻ ഗവൺമെന്റിന് കടമയുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. മതത്തിന്റെ പേരിൽ മാത്രം സംവരണം നിഷേധിക്കുന്ന നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ഈ അടിസ്ഥാനപരമായി ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനെതിരാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ വളരെ ഭാഗികമായ ഒരു കാഴ്ചപ്പാട് മാത്രമേ പുലർത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ വഖഫ് ആക്ടിന്റെ പേരിൽ നമ്മുടെ മുനമ്പത്തും ചേറായിലും 610ഓളം പട്ടയ ഉടമകളെ 450ഓളം കുടുംബങ്ങളെ കുടിയിറക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനോട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ സാധിക്കാത്തത്? നമ്മളെ തൊടാത്തത് കൊണ്ടാണ്. അത് നമ്മുടെ കാര്യമല്ല. നമ്മളെപ്പോഴും മലയോര കർഷകന്റെ പ്രശ്നം വരുമ്പോൾ അത് മലയോര കർഷകൻ അത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ കടൽപ്പുറത്തെ പ്രശ്നം വരുമ്പോൾ അത് കടൽക്കാർ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നം വരുമ്പോൾ അത് അവർ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ ഭാഗികമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരുമയുടെ ഒരു മുഖവും ഒരുമയുടെ ശബ്ദവും നൽകാൻ നമുക്ക് സാധിക്കാത്തതും നമ്മൾ ദുർബലമായിട്ട് പോകുന്നതും. ന്യൂനപക്ഷാവകാശങ്ങൾ ഓരോന്നായി ഹനിക്കപ്പെടുമ്പോൾ നമുക്ക് ആർക്കാണ് ഇത്ര വേദന? നമുക്ക് ഗവൺമെന്റ് ഒരു ആനുകൂല്യം തന്നാൽ നമ്മൾ വളരെ ഹാപ്പിയായി, നമ്മൾ പിന്നെ ആ ഭാഗത്തോട്ട് പോകത്തില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് അവർ ന്യൂനപക്ഷാവകാശം കവർന്നെടുക്കുന്ന ഒരു നിയമം ഉണ്ടായാൽ അത് നമ്മളെ ബാധിക്കത്തില്ലെങ്കിൽ നമ്മൾ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നില്ല.
എന്നാൽ ന്യൂനപക്ഷാവകാശങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളെ അതിനെതിരെ കൊണ്ടുവരുന്ന ഒരു നിയമനിർമ്മാണം നമ്മളെ ബാധിക്കത്തില്ലെങ്കിൽ പോലും നമുക്കതിനെതിരെ ഒരുമിച്ച് നിൽക്കാനും അതിനെതിരെ പോരാടാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, അഭിമന്യ പൗത്തിൽ പിതാവൊക്കെ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, മതന്യൂനപക്ഷങ്ങൾക്ക് അത് നടത്താനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഒരു സ്വാശ്രയ സ്ഥാപനവും ഇല്ലായിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അന്നത്തെ കാലത്ത് ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒരെണ്ണം ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷേ അന്നില്ലായിരുന്നു. ഇല്ലെങ്കിലും അദ്ദേഹം മുന്നിലിറങ്ങി എന്നുള്ളതാണ്. കാരണം ഹനിക്കപ്പെടുന്നത് ന്യൂനപക്ഷ അവകാശമാണ്. അതിൽ കൈവെക്കാനായിട്ട് സർക്കാരിനെ അനുവദിക്കാനാവില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തു. അത്രയും ആർജവത്വമുള്ള നിലപാടുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. വിദ്യാഭ്യാസ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അത് നമ്മൾക്ക് കുറച്ച് സ്കൂളും കോളേജും നടത്താനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടല്ല, ഈ പൊതുസമൂഹത്തിന്റെ ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നിങ്ങൾ ഓർക്കണം, കേരളത്തിലും ക്രൈസ്തവ സഭകള് സ്കൂളും കോളേജും തുടങ്ങി, കർണാടകത്തിലും തുടങ്ങി. ഇന്ന് ബാംഗ്ലൂർ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ ഈ അടുത്ത നാളിലൊക്കെ തുടങ്ങിയ ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് എല്ലാ നാനാഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ പഠിക്കാനായിട്ട് വരുമ്പോൾ കേരളത്തിൽ ഇതിനൊക്കെ എത്രയോ പണ്ട് തുടങ്ങിയ പുരാതനമായ നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ടാണ് ആരും വരാത്തത്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ചില മുടന്തൻ നയങ്ങൾ അത് എപ്രകാരം ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ഓരോ ബജറ്റിലും നമുക്ക് കേൾക്കാം, കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നു. ഇതുവരെ നമ്മൾ ഹബ്ബിന്റെ ഒരു ലക്ഷണവും കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടുന്ന് എല്ലാവരും വിട്ടുപോവുകയാണ്. ഇവിടുന്ന് കുട്ടികളെല്ലാം പോവുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു കണക്കെടുത്തോണ്ട് വരും, അവിടെ 100 പേര് വന്നിട്ടുണ്ട്, ഇവിടെ 200 പേര് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കണക്ക് കൊണ്ടുവരും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവരുടെ അത്രയും വിജയിക്കാതെ പോകുന്നു ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം നമ്മുടെയൊക്കെ പല സ്ഥാപനങ്ങളിലും ഇന്ന് വളരെ വലിയ ചരിത്രമുള്ള ഒന്നാന്തരം സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ കുറവ് ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കണം. അതേസമയം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കുട്ടികളില്ലാഞ്ഞിട്ടല്ല, അവരെ ഇവിടെ കൊണ്ടുവരാനുള്ള നല്ല നയങ്ങൾ രൂപീകരിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി വേദികളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി വേദികളുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം നേർത്തു വരുന്നു. നമ്മളെക്കുറിച്ച് അവർക്കൊക്കെ ഒരു ധാരണയുള്ളത് ഇവരൊരിക്കലും ഒരുമിച്ച് നിൽക്കുകയില്ല എന്നാണ്. അത് സുറിയാനി ക്രിസ്ത്യാനിയുടെ രക്തത്തിൽ ഈ പിളർപ്പിനുള്ള ഒരു വല്ലാത്ത ഒരു ജീൻ ഉള്ളതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും മാറുന്ന സാഹചര്യത്തിൽ ഒരുമയുടെ ഒരു സന്ദേശം കൊടുക്കാനും പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം.